ഞങ്ങൾക്കൊന്നും പറ്റൂല. ആ ഇമാമികൾ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞിരുന്നു. ഇത് ഒരു ഇമാമല്ല, 100 ഇമാമുകൾ പറഞ്ഞത് 100 കിതാബ് ഇവിടെ പറയാനുണ്ട്. എന്ത് മൗലിദ് നടത്തണം, നടത്തിയിരുന്നു, അത് നല്ലതാണ്, സുന്നത്ത്. ഞാനിപ്പോ കാണിച്ചു തരും. 100 ഇവിടെ പറയാൻ എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ അനുവദിക്കാനും സമയം തരാൻ ഞാൻ ഓരോന്ന് ഒന്നിന് പിറകെ ഒന്നായി വായിക്കും. എന്തിനാണ് മാത്രം ഇതേതാ? ഇത് ഇബ്നു തൈമിയ്യയുടെ പുസ്തകം ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം. ആരാ ഇബ്നു തൈമിയ്യ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവാ. മൗലിദാഘോഷം നടത്തണം എന്ന് പറയുന്ന ആളല്ല. മുജാഹിദ് 4 മദ്ഹബിന്റെ ഇമാമുകളെക്കാളും വലിയ പണ്ഡിതനാണ് എന്ന് മുജാഹിദ് കണ്ടോ. ഇസ്ലാഹി പ്രസ്ഥാനം എന്ന ഈ പുസ്തകത്തിൽ എഴുതി പരിചയപ്പെടുത്തിയ വ്യക്തിയാണ് ഇബ്നു തൈമിയ്യ. ആ ഇബ്നു തൈമിയ്യ പറയുകയാണ്, അദ്ദേഹത്തിന്റെ കിതാബാണ് ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം. അതിൽ അയാൾ പറഞ്ഞത് എന്താണെന്നറിയോ? മൗലിദാഘോഷത്തെക്കുറിച്ച് അയാൾ പറഞ്ഞു, അയാൾ അംഗീകരിക്കുന്ന ആളല്ല. ഈ നാളെ അങ്ങനെ ഒന്ന് പറയണ്ട. അയാൾ ഇതിനെ അംഗീകരിക്കാത്ത ആളെ, കാരണം ഞങ്ങളാളല്ല. മുജാഹിദിന്റെ ആശയ സ്രോതസ്സായി അവർ പരിചയപ്പെടുന്ന വ്യക്തിയാണ്. സംഗതി അങ്ങനെയൊക്കെയാണെങ്കിൽ അയാൾ അവസാനം പറഞ്ഞൊരു സത്യമുണ്ട്. അത് പറയാണ്, അപ്പൊ ആരംഭ റസൂലുള്ളാഹിന്റെ മൗലിദിനെ ബഹുമാനിക്കൽ, അതിനെ ഒരു ആഘോഷമാക്കലും ഒരു ആഘോഷവേളയാക്കി തീർക്കലും അത് യഫ്അലുഹു ബഅദുന്നാസി, ചില ആളുകളൊക്കെ അത് ചെയ്യുന്നുണ്ട്. മൂപ്പര് സമ്മതിക്കേണ്ടി വരിക. ചിലർ എന്ന് പറഞ്ഞ മൂപ്പര് ചുരുക്കെങ്കിലും ആളുകളൊക്കെ അത് ചെയ്യുന്നുണ്ട്. എന്നാൽ മൂപ്പര് പറയാ അത് കുറ്റണ്ട് എന്നല്ല പറഞ്ഞത്. വയകൂനു ലഹു ഫീഹി അജ്റുൻ അളീമുൻ. മൗലിദാഘോഷത്തെ, റസൂലുള്ളാഹിന്റെ മൗലിദിനെ ബഹുമാനിക്കുന്നവർ, അതിനെ ആഘോഷമാക്കി വെക്കുന്നവർ, വയകൂനു ലഹു ഫീഹി അജ്റുൻ അളീമുൻ, അവന് വമ്പിച്ച പ്രതിഫലമുണ്ട്. ഞങ്ങൾ പറയല്ല, ഇബ്നു തൈമിയ്യയാണ് പറയുന്നത്. നരകത്തേക്ക് പോകുന്നല്ല ഇബ്നു തൈമിയ്യ പറയുന്നത്. ഓർക്ക് വമ്പിച്ച പ്രതിഫലമുണ്ട്. എന്തേ? ലിഹുസ്നി ഖസ്ദിഹി, ഓന്റെ ഉദ്ദേശം നല്ല ഉദ്ദേശം, റസൂലുള്ളാഹിനെ ബഹുമാനിച്ച് ചെയ്യല്ലേ. വതഅലീമിഹി ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനെ ബഹുമാനിക്കലും അതിലുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ മൗലിദിനെ ബഹുമാനിക്കുകയും അതിനെ ആഘോഷമാക്കുകയും ചെയ്യുന്നവന് പ്രതിഫലമുണ്ട് എന്നല്ല പറഞ്ഞത്. യകൂനു ലഹു ഫീഹി അജ്റുൻ അളീമുൻ, വമ്പിച്ച പ്രതിഫലമുണ്ട്. ഇത് ഇബ്നു തൈമിയ്യ പറഞ്ഞ, ഞങ്ങളാണല്ല. ഇത് നിങ്ങൾക്കറിയണോ? ഇമാം നവവി തങ്ങളുടെ ശൈഖായ ഉസ്താദായ ബഹുമാനപ്പെട്ട അബൂ ശാമ തങ്ങൾ, ഹാഫിദ് അബൂ ശാമ, ആ അബൂ ശാമ തങ്ങൾ പറയുന്നത് കാണാൻ കഴിയും. അദ്ദേഹം പറയുന്നത് എന്താ? എത്ര പണ്ഡിതന്മാർ ഫത്ഹുൽ മുബീൻ അവിടുത്തെ ബഹുമാനപ്പെട്ടവർ, അവർ പറയുന്നത് എന്താ? അവരൊക്കെ പറയുന്നത് ഇത് തെറ്റാണ്, നരകത്തേക്ക് പോകുന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിനെ കുറിച്ച് പറയുന്നത് കണ്ടോ? ഖാലൽ ഹാഫിദ് ഇമാം അബൂ ശാമ ശൈഖുൻ നവവി റഹിമഹുല്ലാഹ്, നവവി ഇമാമിന്റെ ഉസ്താദാണ്. അവർ പറയുന്നത് എന്താ? വമിൻ അഹ്സനി മബ്തുദിഅ ഫീ സമാനിനാ, മൂപ്പര കാലത്ത്, അവരുടെ കാലത്ത് ഹിജ്റ 6-ാം നൂറ്റാണ്ടിൽ. സഹോദരന്മാരെ, ആ 6-7 നൂറ്റാണ്ടുകളെ കുറിച്ച് അവർ അന്ന് പറയാ, നമ്മളെ ഈ കാലത്ത് നടക്കുന്ന ആചാരങ്ങളിൽ ഏറ്റവും ഗുണകരമായ പുണ്യകരമായ ആചാരമാണ് എന്ത്? ഒരു ആചാരം യുഫ്അലു കുല്ല ആമിൻ, എല്ലാ വർഷവും ചെയ്യുന്ന ഒരു ആചാരം. ഫിൽ യൗമിൽ മുവാഫിഖി യൗമി മൗലിദിഹി അലൈഹി സ്വലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ജന്മം നടന്ന ദിവസത്തിനോട് യോജിച്ച ദിവസത്തിൽ, റബീഉൽ അവ്വൽ 12-ന് എന്നർത്ഥം. ആ ദിവസത്തിൽ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. അതെന്തൊക്കെ? മിന സ്വദഖാത്തി, പാവങ്ങൾക്ക് ഭക്ഷണം വിതരണം ചെയ്യും. വൽ മഅറൂഫി, നല്ല കാര്യം ചെയ്യും. വഇൽഹാരി സീനത്തി വസുറൂരി, അതാ സന്തോഷം എന്ന ഭംഗിയും സന്തോഷവും പ്രകടിപ്പിക്കും. ഫഇന്ന ദാലിക മാ ഫീഹി മിനൽ ഇഹ്സാനി ഇലൽ ഫുഖറാഇ, ഈ പറയുന്ന കാര്യത്തിൽ സാധുക്കളായ ആളുകൾക്ക് ഗുണം ചെയ്യലുണ്ട്. അതിന്റെ പുറമെ എന്തുണ്ട്? മുശ്ഇറുൻ, അത് അറിയിക്കുന്നുണ്ട്. ബിമഹബ്ബതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വതഅലീമിഹി വജലാലതിഹി ഫീ ഖൽബി ഫാഇലി ദാലിക, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയുള്ള മഹബ്ബത്തും അവിടത്തോടുള്ള ബഹുമാനവും ആ റസൂലുള്ളാഹിന്റെ മഹത്വത്തെ നമ്മൾ ബഹുമാനാദരവോടെ കാണുക എന്നതും ഉണ്ട്. അതുകൊണ്ട് അത് പുണ്യകർമ്മമാണ്. മാത്രമല്ല വശുക്രില്ലാഹി സുബ്ഹാനഹു വ തആല അലാ മാ മന്ന ബിഹി മിൻ ഇജാദി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലദീ അർസലഹു റഹ്മത്തൻ ലിൽ ആലമീൻ, ഈ ലോകത്തിന് തന്നെ റഹ്മത്തായി അല്ലാഹു റസൂലുള്ളാഹിനെ നിയോഗിച്ചതിന്റെ പേരിൽ
ശുക്ർ ചെയ്യലും ഉണ്ട്. അതുകൊണ്ട് ഇത് ഏറ്റവും നല്ല പുണ്യകർമ്മമാകുന്നു. ഇമാം അബൂ ഉസാമ തങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നു. എത്ര ഇമാമികൾ മൂപ്പർ എഴുതിയ കിതാബിന്റെ വേറെന്താ എന്താ പുതിയ വിദ്യാർത്ഥികൾ സമൂഹത്തിൽ ഉണ്ടാകുന്ന പുതുനിർമ്മിതികളെ നിഷേധിക്കണം, അതിനെ എതിർക്കണം എന്നതിന്റെ മേലിൽ പ്രേരിപ്പിക്കുന്ന കിതാബ്. ആ കിതാബിന്റെ പേരെന്നെ ആ കിതാബിലാ മൂപ്പർ പറഞ്ഞത്. സംഗതി വിദ്യാർത്ഥികളെ കുറെ സംഗതിയൊക്കെ ഉണ്ടെങ്കിലും റസൂലുള്ളാഹിന്റെ മൗലിദ് വലിയ പുണ്യകർമ്മമാണ് കേട്ടോ, അത് ഏറ്റവും നല്ല കൂലിയുള്ള കാര്യമാണ്. നോക്കുന്നത് ഇത് 6-ാം നൂറ്റാണ്ട് 7-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഗ്രന്ഥമാണ്, ഞങ്ങൾ പറഞ്ഞതല്ല. ഇത് നിങ്ങൾക്കറിയോ? ഹസനുൽ ബസരി 100 പറയാണ്. ഹംബലിയുടെ കിതാബ ലതായിഫുൽ മആരിഫ്. അള്ളാന്റെ റസൂൽ ലോകത്തിന് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഏറ്റവും വലിയ അനുഗ്രഹം. ആ അനുഗ്രഹത്തെ ആഘോഷിക്കേണ്ടതാണ്. അതിനോട് യോജിക്കുന്ന രൂപത്തിൽ നമ്മൾ അതിനെ കൊണ്ടാടേണ്ടതാണ്. മഹാനവറുകൾ പറയാണ്, അനുഗ്രഹമുണ്ടായ ദിവസം അതിന് അനുയോജ്യമായ രൂപത്തിൽ അതിനെ നമ്മൾ സ്വീകരിച്ച് നമ്മൾ പുണ്യകർമ്മങ്ങൾ ചെയ്യണം. ഇബ്നു റജബ് ഹംബലി തന്റെ ലതായിഫുൽ മആരിഫിൽ പറയുന്നു. ഇത് നിങ്ങൾക്കറിയോ? ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. ആരാ ഹസൻ ബസരി എന്നറിയോ? താബിഈകളുടെ നേതാവാണ്. ബഹുമാനപ്പെട്ട സ്വഹാബത്തിൽ നിന്ന് ദീന് പഠിച്ചവരാ. മുജാഹിദ് സാധാരണ പറയും ഹിജറ 300 ശേഷം ഉണ്ടായതിന് മുമ്പ് ആരും ഇത് പറഞ്ഞിട്ടില്ല. ഹിജറ 110 വഫാത്തായ ആളാണ് ഹസനുൽ ബസരി. എത്ര? 110. അതായത് 400 സ്വഹാബികളിൽ നിന്ന് ദീന് പഠിച്ച മഹാനാണ് ഹസനുൽ ബസരി. 400 സ്വഹാബി, 1-2 അല്ല, 400 സ്വഹാബികളിൽ നിന്ന് ദീന് പഠിച്ചു. റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മു സലമ ബീവിയുടെ മടിത്തട്ടിൽ കിടന്ന് വളർന്നിട്ടുള്ളവരാണ് ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി. മഹാൻ പറയുന്നത് എന്താണെന്നറിയോ? ഞങ്ങൾ പറയല്ല, മുജാഹിദുകൾ പോലും അംഗീകരിക്കുന്ന കിതാബ്. എന്താ പറഞ്ഞത്? ഖാലൽ ഹസനുൽ ബസരി ഖദ്ദസല്ലാഹു സിർറഹു വദിത്തു ലൗ കാന ലീ മിസ്ലു ജബലി ഉഹദി ലഹബൻ ലഅൻഫഖതുഹു അലാ ഖിറാഅത്തി മൗലിദിർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഹദ് പർവ്വതം സമാനമായി എനിക്ക് സ്വർണമുണ്ടായിരുന്നെങ്കിൽ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ മൗലിദ് ഓതാൻ വേണ്ടി ഉഹദ് പർവ്വതം സമാനമായ മുഴുവൻ സ്വർണ്ണ നാണയവും ഞാൻ ചെലവഴിക്കുമായിരുന്നു. സമസ്തണ്ടായതിന്റെ ശേഷം പറഞ്ഞതല്ല. ഹിജറ 110 വഫാത്തായ റഈസു താബിഈൻ എന്ന ഖ്യാതി നേടിയ ഹസനുൽ ബസരി റളിയല്ലാഹു എന്ന് പറഞ്ഞതാണ്. എത്ര ഇനിമാണോ? മഅറൂഫുൽ ഖർഹി റളിയല്ലാഹു എന്ന് പറഞ്ഞത് ഇവിടെ കാണാൻ കഴിയും. ജുനൈദുൽ ബഗ്ദാദി, എല്ലാ ഇമാമികളും പറഞ്ഞിട്ടുണ്ട്. മൻ ഹയ്യ അലി അദലി ഖിറാഅത്തി മൗലിദിർ റസൂലി ഖാമൻ. റസൂലുള്ളാഹിന്റെ മൗലിദിന് വേണ്ടി ഒരാൾ ഭക്ഷണം തയ്യാറാക്കിയാൽ, വജമാഅ ഇഖ്വാനൻ, സഹോദരങ്ങളെ ഒരുമിച്ച് കൂട്ടി, വഅഖദ സിറാജൻ, വെളിച്ചം വിതറി, വലബിസ ജദീദൻ, നല്ല വസ്ത്രം ധരിക്കുകയും ചെയ്തു, വതഅത്തറ വതജമ്മല ലിമൗലിദിഹി, ആരംഭ റസൂലിന്റെ മൗലിദിന് വേണ്ടി അവൻ ഭംഗിയുള്ളവനായി ഭംഗിയുള്ള വസ്ത്രം ധരിച്ചു, വതഅത്തറ, അത്തർ പൂശുകയും ചെയ്തു, സുഗന്ധം പൂശുകയും ചെയ്താൽ, ഇതൊക്കെ ചെയ്ത് താവീമൻ ലിമൗലിദിഹി, റസൂലുള്ളാഹിന്റെ മൗലിദിനെ ബഹുമാനിച്ചുകൊണ്ടാണ് ചെയ്തതെങ്കിൽ ഹശറഹു അല്ലാഹു തആല യൗമൽ ഖിയാമ മഅൽ ഫിർഖത്തിൽ ഊലാ. അല്ലാഹു തആല ഖിയാമത്ത് നാളിൽ മഹാത്മാക്കളോടുകൂടെ അവരെ മഹ്ശറാ ലോകത്ത് ഒരുമിച്ച് കൂട്ടുന്നതാണ്. ആരാത് പറയണത്? എ.പി. ഉസ്താദ് പറയണതല്ല, സുലൈമാൻ ഉസ്താദും പൊന്മള ഉസ്താദും പറയുന്നതല്ല. ഇത് പറയുന്നതാരാ? ഹിജറ 200 വഫാത്തായ ബഹുമാനപ്പെട്ട മഅറൂഫുൽ ഖർഹി റളിയല്ലാഹു അൻഹു പറയുന്നത്. 300 ശേഷമല്ല, അതിന് മുമ്പാ. അതിനാ ഞാൻ ഇത് പറയുന്നത്. ഇതൊക്കെ അത് ഹിജറ 300 ശേഷം വന്നതാ എന്ന് പറയണ്ട. ഹിജറ 110, ഹിജറ 200 അതിലാ. ഇനി വേണോ? ഞാൻ അതെല്ലാം കൂടി പറയുമ്പോൾ സമയം ദൈർഘ്യാവുന്നത് കൊണ്ടാ. 100 ഈ കാണുന്ന കിതാബുകളിലൊക്കെ ഇമാമുകൾ മൗലിദാഘോഷത്തിന് പച്ചക്കൊടി കാണിച്ചതാണ്, പ്രോത്സാഹിപ്പിച്ചതാണ്. യുസ്തഹബ്ബു ലനാ, നമുക്ക് സുന്നത്താണ്, നമുക്ക് സുന്നത്താണ്. എന്ത്? ഇൽഹാറുൽ അല്ല റസൂലുള്ളാഹി തആലീമുൻ നബി സ്വല്ലല്ലാഹു, എന്താണ് ഇബാറത്തിന്റെ അർത്ഥം? ഇസ്തഹബ്ബു ലനാ, കിതാബ് നബി സല്ലല്ലാഹു നബി യുസ്തഹബ്ബു ലനാ ഇൽഹാറു ശുക്രി ലിമൗലിദിഹി അലൈഹി സലാം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് നമുക്ക് അതാ ശുക്ർ പ്രകടിപ്പിക്കൽ സുന്നത്താകുന്നു. കണ്ടോ കിതാബ് വരട്ടെ. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഒരുപാട് എണ്ണം പറയാനുണ്ട്, ഒന്നും രണ്ടും ഒന്നല്ല. ഇതൊക്കെ ഇമാമുകൾ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചതാ. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നൂറുകണക്കിന് പറയാൻ കഴിയും സഹോദരന്മാരെ. അപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ അത് ദീർഘിപ്പിക്കല്ല. ഞാൻ പറയുന്നത് പൂർവീകരായ ഇമാമുകൾ കേരള നദുവത്തുൽ മുജാഹിദീനും സമസ്തയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ്, നൂറ്റാണ്ട് മുമ്പ് ഹാഫിമുകളായ ഇമാമുകൾ തന്നെ പലരും എഴുതി വച്ചിട്ടുള്ള ആശയങ്ങളാണ്. റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിൽ സന്തോഷം പ്രകടിപ്പിക്കണം, അത് സുന്നത്താണ്, അത് പുണ്യകർമ്മമാണ്, അത് പ്രതിഫലാർഹമാണ്, അത് റസൂലുള്ളാഹിനുള്ള മഹബത്തുണ്ടാക്കുന്ന കാര്യമാണ്, അത് സാധുക്കൾക്ക് ഗുണം ചെയ്യുന്ന കാര്യമാണ്, അത് മുസ്ലിമീങ്ങൾ ഐക്യമുണ്ടാക്കുന്ന കാര്യമാണ്, അത് നല്ല പ്രവർത്തനമാണ്, അത് ആഖിറത്തിലേക്ക് അല്ലത്തി യുസാബു ഫാഇലുഹാ പ്രവർത്തിക്കുന്നവർക്ക് കൂലി കിട്ടുന്ന കാര്യമാകുന്നു. 100 ഇബാറത്തുകൾ നമുക്കിവിടെ കാണിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ പറയുന്നത്. നിങ്ങൾ നേരെ ചൊവ്വെ ചിന്തിക്കി. ഞങ്ങളോട് നിങ്ങൾ ദേഷ്യം വെച്ചിട്ട് കാര്യമില്ല. ഈ ഇമാമുകൾക്കൊന്നും ഖുർആൻ തിരിഞ്ഞില്ല, അവർക്കാർക്കും ആയത്ത് തിരിഞ്ഞില്ല, അവർക്കാർക്കും ഒറ്റ ഹദീസും തിരിഞ്ഞില്ല. മുജാഹിദ് ആഫീസിലുള്ള 4 പാൻറിട്ട് താടി വെച്ച മൗലവിമാർക്ക് തിരിഞ്ഞ മൗലവിമാർക്ക് തിരിഞ്ഞ ആയത്തൊന്നും ഇവർക്കാർക്കും തിരിഞ്ഞില്ല. ഈ പണ്ട് ഇമാമികൾക്ക് ആർക്കും തിരിഞ്ഞില്ല. തിരിഞ്ഞതാകെ ആർക്കാ? നമ്മളെ മുജാഹിദ് ആഫീസിൽ 2 മൗലവിമാർക്ക്. ഓർക്ക് മാത്രമേ ഇപ്പൊ ഖുർആൻ തിരിഞ്ഞുള്ളൂ, സുന്നത്ത് തിരിഞ്ഞുള്ളൂ. അതൊരു മനുഷ്യനോട് പറയാൻ പറ്റും. നിങ്ങളൊന്ന് സ്വതസിദ്ധമായ